പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. നാം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് നാം വർദ്ധിപ്പിക്കണം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നമുക്ക് ലഭിക്കുന്നതായ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കാര്യവുമാകട്ടെ എല്ലാത്തിനും നന്ദിയുള്ളവരായി, കർത്താവിനോട് നന്ദിയുള്ളവരായി ഇരിക്കുക. നമുക്ക് ലഭിച്ച ഈ ജീവിതത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. നമുക്ക് ലഭിച്ചതായ മാതാപിതാക്കളെ ഓർത്ത്, നല്ല മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുക. നമുക്ക് ലഭിച്ചതായ കുടുംബജീവിതത്തെ ഓർത്ത് നന്ദി പറയുക. നമുക്ക് ലഭിച്ച നല്ല മക്കളെ ഓർത്ത് നന്ദി പറയുക. നമുക്ക് ലഭിച്ച ഭവനത്തെ ഓർത്ത് നന്ദി പറയുക. അങ്ങനെ ഏത് കാര്യവുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള അവയവങ്ങളാകട്ടെ, നമ്മുടെ ശരീരത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ 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 അവയവങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവം നമുക്ക് കാഴ്ചശക്തി നൽകിയിരിക്കുന്നതിന് നന്ദിയുള്ളവരായിരിക്കാം. ദൈവം നമുക്ക് നല്ല ആരോഗ്യം നൽകിയിരിക്കുന്നതിന് നന്ദിയുള്ളവരായിരിക്കാം. ദൈവം നമുക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിരിക്കുന്നതിന് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് എന്താകട്ടെ നമുക്ക് ലഭിച്ച സകലത്തിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ നമ്മെ വേദനിപ്പിച്ചവരെ ഓർത്ത് നന്ദി പറയുക. നമ്മെ ദുഃഖിപ്പിച്ചവരെ ഓർത്ത് നന്ദി പറയുക. നമ്മെ സങ്കടപ്പെടുത്തിയവരെ ഓർത്ത് നന്ദി പറയുക. നമ്മെ നിന്ദിച്ചവരെ ഓർത്ത് നന്ദി പറയുക. എന്തിനാണ് ഇതൊക്കെ ഓർത്ത് നന്ദി പറയേണ്ടതെന്ന് ചിന്തിച്ചേക്കാം. എന്താണെന്ന് വെച്ചാൽ, ഈ നിന്ദകളാണ്, ഈ പരിഹാസങ്ങളാണ് നമ്മുടെ ഓരോ അനുഗ്രഹത്തിൻ്റെയും ചവിട്ടുപടികൾ. അവർ നമ്മെ നിന്ദിച്ചതുകൊണ്ടാണ്, അവർ നമ്മെ വേദനിപ്പിച്ചതുകൊണ്ടാണ്, അവർ നമ്മെ പ്രയാസപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്ക് ഇന്ന് നാം ആയിരിക്കുന്ന നിലയിലേക്ക് എത്തിപ്പെടുവാൻ നമ്മെ ദൈവം സഹായിച്ചതായ ഒരു ടൂളാണ് അവർ. ആ ടൂള് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നാം ഒന്നിനും കൊള്ളാത്തവൾ എന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി നിന്ദിച്ചതുകൊണ്ട് നാം കൊള്ളാവുന്നവൻ ആയി മാറുവാൻ നാം ശ്രമിക്കുവാനിടയായി. ആ ശ്രമം എങ്ങനെ വന്നു? അവർ നമ്മെ നിന്ദിച്ചതുകൊണ്ട്, അവർ നമ്മെ ചവിട്ടി തേച്ചതുകൊണ്ട്, അവർ നമ്മെ വേദനിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് കരകയറണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും അതിൽ നിന്ന് കരകയറുവാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് കരകയറിയതുമായ പലരും ആയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഓർത്തും നന്ദി പറയണം. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വന്നതുകൊണ്ടാണ് നമുക്ക് ആ അവസ്ഥകളിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ സാധിക്കുകയും അവരുടെ മുമ്പേ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നാം സാധിപ്പിച്ചു കാണിക്കുവാൻ കഴിയുവാനുള്ള, നമുക്ക് ആ നല്ല നിലയിലേക്ക് എത്തണം, നമ്മെക്കൊണ്ട് കഴിയും എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാൻ കാരണം അവരാണ്. അതുകൊണ്ട് അവരെയും ഓർത്ത് നാം നന്ദി പറയണം. നമ്മെ വേദനിപ്പിച്ച ഏത് വ്യക്തികളാകട്ടെ അവരെ എല്ലാം ഓർത്ത് നാം നന്ദി പറയണം. അങ്ങനെ നാം നന്ദിയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നാം നന്ദി പറയുന്നതിനനുസരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ, നന്മകൾ തരുവാൻ ഇടയായിത്തീരും. കർത്താവ് നമുക്ക് നൽകിയ ഒരു ജോലിയാകട്ടെ, നമുക്ക് നൽകിയ ഒരു ഭവനമാകട്ടെ, ദിവസം പ്രതി നമുക്ക് അല്ലലില്ലാതെ നടത്തുന്നതാകട്ടെ, അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയണം. നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ദൈവം വർദ്ധിപ്പിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നതിന് ദൈവത്തോട് നന്ദി പറയണം. ദൈവം നമ്മെ ഇതുവരെയും നടത്തിയത് ഓർത്ത് നന്ദി പറയണം. ദൈവം നമ്മെ ഓരോ നിമിഷവും നമ്മെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയണം. പലർക്കും കിടന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നല്ല ഉറക്കം ലഭിച്ചുവെങ്കിൽ അതിന് നന്ദി പറയണം. ഒരു പ്രഭാതം കൂടി കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയെങ്കിൽ അതിന് നന്ദി പറയണം. ദൈവം നൽകിയതായ എല്ലാ കാര്യങ്ങളും നാം ഏതവസ്ഥയിലൂടെ പോകുന്നോ ആ അവസ്ഥയിൽ ദൈവത്തോട് നന്ദി പറയുക. അതിനാൽ നാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദൈവസന്നിധി നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ദൈവം അത് കണ്ടിട്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ദൈവം നമ്മെ ഏൽപ്പിക്കുവാൻ ഇടയായിത്തീരും. നാം ഇന്ന് നമുക്ക് ലഭിച്ച ചെറിയ സാമ്പത്തികത്തിന് നമുക്ക് ലഭിച്ചതായ ചിലപ്പോൾ ഒരു 100 രൂപയാകാം, 10 രൂപയാകാം, 1000 രൂപയാകാം. അതിന് ദൈവസന്നിധി നന്ദി പറയുമ്പോൾ ദൈവം 100 മടങ്ങായിട്ടാണ് നമുക്കതിന് പ്രതിഫലം തരുമെന്നാണ് ബൈബിളിൽ പറയുന്നത്.
ബൈബിൾ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന ഓരോന്നിനും ദൈവം 100 മടങ്ങ് പ്രതിഫലം തരുമെന്നാണ്. നാം 1000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 100 മടങ്ങ് ദൈവം നമുക്ക് പ്രതിഫലം നൽകുവാനിടയായിത്തീരും. ദൈവം നമുക്ക് നൽകിയ ആ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് നാം നന്ദി ദൈവത്തോട് പറയുമ്പോൾ ദൈവം അതിൻ്റെ 100 മടങ്ങ് നമുക്ക് നൽകി അനുഗ്രഹിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. നാം എഴുതണം, നമുക്ക് ദൈവം നൽകിയ ഓരോ നന്മയ്ക്കും നന്ദി പറഞ്ഞ് നാം എഴുതണം. അങ്ങനെ എഴുതി നാം ഓരോന്നും നാം എഴുതി വയ്ക്കുമ്പോൾ നാം നോക്കുമ്പോൾ നമുക്ക് ദൈവം എന്തെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് ദൈവം പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ദൈവം ചെയ്തു തന്നിട്ടുണ്ടാകും. അതെല്ലാം ദൈവം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് ഈ ഓക്സിജൻ തന്നിരിക്കുന്നതിന് നന്ദി പറയണം. നാം ശ്വാസം മേളിലോട്ട് വലിച്ചിട്ട് താഴോട്ട് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുമില്ല. ആ ശ്വാസം താഴോട്ട് വരുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയതിന് നന്ദി പറയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനം അനുഭവിക്കുന്നതായ പല പല നന്മകളുണ്ട്. ആ നന്മകളൊന്നും നാം നന്മയായി കാണാറില്ല. പക്ഷേ ആ നന്മകൾക്കും നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ നന്ദിയുള്ളവരായിരുന്നാൽ ദൈവം നിങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹിച്ചു വഴി നടത്തുന്നത് നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ദൈവമക്കളെ, നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.